Hi, it's me again. Welcome back to chemistry. In the last class, we have discussed about chemical bonding, right? What do you mean by chemical bonding? Chemical bonding is the attractive force that holds the atoms together in a molecule. ഒരു മോളിക്യൂളിലുള്ള ആറ്റംസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കെമിക്കൽ ബോണ്ടിങ്. ആൻഡ് ദർ ആർ ടു കൈൻഡ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്. First one is ionic bonding and the other one is covalent bonding. Ionic bonding is formed through the transfer of electron, whereas covalent bonding is formed through the sharing of electrons. I hope you all studied that well. We have discussed it in the last class, and now in this class we are going to discuss about ionic bonding in detail. We are going to discuss about ionic bonding in details. Last class in the അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ചും കോവാലന്റ് ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ. ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. ആൻഡ് അതിൻ്റെ അകത്ത് അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഫോർ എക്സ്പ്ലെയിനിങ് അയോണിക് ബോണ്ടിങ് ഇൻ ഡീറ്റെയിൽ വി ആർ ടേക്കിംഗ് എൻ എക്സാമ്പിൾ ഹിയർ. ആൻഡ് ആസ് വി ക്യാൻ സി ദി എക്സാമ്പിൾ ഈസ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl എന്ന് പറയുന്ന എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ അയോണിക് ബോണ്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ വെരി ഫെമിലിയർ വിത്ത് സോഡിയം ക്ലോറൈഡ്. ഇറ്റ് ഈസ് കോമൺ സാൾട്ട്. കോമൺ സാൾട്ട് നമ്മൾ കിച്ചണിലൊക്കെ സാധാരണ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന കോമൺ സാൾട്ട് ഇല്ലേ, കോമൺ സാൾട്ടാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl. സോ ഇത് യൂസ് ചെയ്തിട്ടാണ് അയോണിക് ബോണ്ടിങ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് സോഡിയം ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റവും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ടാവുക. ഓൾറൈറ്റ്, സോ നമ്മുടെ സോഡിയം ആറ്റത്തിൻ്റെ ബോർ മോഡൽ ഇവിടെ കാണിക്കുന്നു. As you can see, the electronic configuration of sodium is 281, which means 2 electrons are in the K shell, 8 electrons are in the L shell, and 1 electron is in the M shell. M shell is the outermost shell. Okay, it consists of only 1 electron. And now comes the Bohr model of chlorine. Okay, electronic configuration is 287, 2 electrons are in the K shell, 8 electrons are in the L shell, and 7 electrons are in the M shell. Okay, നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാം. 1 2 3 4 5 6 7. So 7 electrons are in the M shell. So ഇവിടെ outermost ഷെല്ലിൽ 7 electrons ഉണ്ട്. ദെൻ ഇവിടെ രണ്ടിടത്തും ന്യൂക്ലിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോഡിയത്തിൽ 11p12n എന്ന് മാർക്ക് ചെയ്തായിട്ട് കാണാം, വിച്ച് മീൻസ് 11 പ്രോട്ടോൺസ് ആൻഡ് 12 ന്യൂട്രോൺസ് ആർ ദർ. ക്ലോറിൻ്റെ അകത്ത് 17p18n എന്ന് കാണിച്ചതായിട്ട് കാണാം, വിച്ച് മീൻസ് 17 പ്രോട്ടോൺസ് ആൻഡ് 18 ന്യൂട്രോൺസ് ആർ ദർ. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. സി, സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും സ്റ്റേബിൾ അല്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്? വൈ ദീസ് ആറ്റംസ് ആർ നോട്ട് സ്റ്റേബിൾ? സി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുങ്ങൾ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ഈസ് 281 ആൻഡ് ദാറ്റ് ഓഫ് ക്ലോറിൻ ഈസ് 287, വിച്ച് മീൻസ് ദാറ്റ് ഐദർ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ അല്ല ഈ രണ്ട് ആറ്റംസിനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മുൻപ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, എന്താ ഈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അല്ലെങ്കിൽ ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? അത് ഹീലിയത്തിനേതിന് സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓൾറൈറ്റ്, സോ ഈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ ഉണ്ടാവുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആറ്റംസ് സ്റ്റേബിൾ ആവുന്നത്. സി, ഇവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്, ക്ലോറിൻ്റേത് 287 ആണ്. ഓക്കെ, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ അല്ല, ഡ്യൂപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. സോ രണ്ടും എന്തല്ല, സ്റ്റേബിൾ അല്ല. ഇങ്ങനെ സ്റ്റേബിൾ അല്ലാത്ത ആറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത്, മോളിക്യൂൾസ് ആവുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ സോഡിയം ക്ലോറിനും സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ.
Ionic bonding കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫോർ ദാറ്റ് വി ആർ ടേക്കിംഗ് എൻ എക്സാമ്പിൾ ഹിയർ. ദി എക്സാമ്പിൾ ഈസ് സോഡിയം ക്ലോറൈഡ്. ആസ് യു ക്യാൻ സീ, സോഡിയം ക്ലോറൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ആറ്റംസ്. സോ സോഡിയം ആറ്റത്തിന്റെ ബോർ മോഡലും ക്ലോറിൻ ആറ്റത്തിന്റെ ബോർ മോഡലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് these are not stable. Okay, octet electronic configuration or doublet electronic configuration നമ്മൾ കാണുന്നില്ല. So we can say that these atoms are not stable. അങ്ങനെ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡി യെസ്. നൗ ലിസൺ. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്യുക അവർ? ഓക്കെ, ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി വാട്ട് വിൽ ഹാപ്പൻ ഹിയർ? എന്താ മക്കളെ ഇവിടെ നടക്കുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. സോഡിയത്തിനും സ്റ്റെബിലിറ്റി കിട്ടണം, ക്ലോറിനും സ്റ്റെബിലിറ്റി കിട്ടണം. സോ സോഡിയത്തിനും ക്ലോറിനും സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് നടക്കേണ്ടത്? എന്താ നടക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേടാ. ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോൺ അല്ലേ, ഈ ഒരു ഇലക്ട്രോണിനെ സോഡിയം ക്ലോറിന് ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഡിയം ക്ലോറിൻ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ ഇല്ലേ മക്കളെ, സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ ഇല്ലേ, ഈ 1 ഇലക്ട്രോണിന് സോഡിയം എന്ത് ചെയ്യുന്നു? ക്ലോറിന് കൊടുക്കുന്നു. ക്ലോറിൻ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു മക്കളെ? ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുകടാ? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലില്ല, ഈ 2 ഷെല്ല് ഇവിടെ ഉണ്ടാവുള്ളൂ. കെയും എല്ലും മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ചേഞ്ചസ് ടു 2,8. ഓക്കെ, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,8 ആയിട്ട് മാറും. ക്ലോറിന്റെ കേസിലോ മക്കളെ, ക്ലോറിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,7 ആയിരുന്നു. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇലക്ട്രോണും കൂടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് വരികയാണ്. സോ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ ബിക്കംസ് 2,8,8. ഓക്കെ, 2,8,7 ആയിരുന്നു ആദ്യം. ഒരു ഇലക്ട്രോണും കൂടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് വന്നില്ലേ. സോ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നൗ ബിക്കംസ് 2,8,8. ഇപ്പൊ എന്താ സംഭവിച്ചത് മക്കളെ? സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയില്ലേ? നോക്കിയേ, ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഇപ്പൊ ഏതാ? സി, ഈ ഷെല്ലിലുള്ള ഇലക്ട്രോൺ പോയല്ലോ. ഈ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ സോഡിയം ഡൊണേറ്റ് ചെയ്തല്ലോ. പിന്നെ ഈ ഷെല്ലില്ല. പിന്നെ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്, എൽ ഷെല്ലാണ്. അതിൻ്റെ അകത്ത് 8 ഇലക്ട്രോൺസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഇപ്പൊ എന്തായിട്ട് മാറി മക്കളെ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി സോഡിയത്തില്. സോ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി സോഡിയത്തിന്. സോ ഇതെന്തായി? സ്റ്റേബിളായി. നൗ ക്ലോറിൽ നോക്കിയ മക്കളെ, ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് ആദ്യം 7 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ 8 ആയിട്ട് മാറി. വിച്ച് മീൻസ് ദാറ്റ് ഇപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. വിച്ച് മീൻസ് ദാറ്റ് ക്ലോറിനും എന്തായിട്ട് മാറി? സ്റ്റേബിൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ നോക്കിയേ, സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. ക്ലോറിൻ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സോഡിയവും ക്ലോറിനും എന്തായിട്ട് മാറുന്നു മക്കളെ? സ്റ്റേബിൾ ആയിട്ട് മാറുന്നു. സോഡിയവും ക്ലോറിനും ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? യെസ്. എന്നാൽ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയിൽ സ്ലൈഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോഡിയവും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്യാൻ പോവാണ്, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു മക്കളെ? ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഡൊണേറ്റ് ചെയ്യുന്നു. ഒരു ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു മക്കളെ? നടക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുകടാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ബിക്കംസ് 2,8. ഓക്കെ, നോക്കിയാടാ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കംസ് 2,8 and this becomes stable. Now listen, chlorine എന്താ മക്കളെ സംഭവിക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ ബിക്കംസ് 2,8,8. ഓക്കെ, ഒരു ഇലക്ട്രോൺ അധികം അങ്ങോട്ടേക്ക് വന്നില്ലേടാ, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ അങ്ങോട്ടേക്ക് വന്നില്ലേടാ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കംസ് 2,8,8 വിച്ച് മീൻസ് ദാറ്റ് ഇതും എന്തായിട്ട് മാറി മക്കളെ? സ്റ്റേബിൾ ആയിട്ട് മാറി. ഓക്കെ അല്ലേടാ?
ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ അവിടെ ഒരു സ്ലൈഡായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോഡിയത്തിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്ലോറിനെ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? കൊടുത്തു. സോഡിയം ഡൊണേറ്റ് ചെയ്തു, ക്ലോറിൻ എന്ത് ചെയ്തു മക്കളെ? ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു മക്കളെ? ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ല് പോയി, പിന്നെ ഈ രണ്ട് ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-8 ആയി. ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു, 2-8-8 ആയി. രണ്ടും എന്തായിട്ട് മാറി മക്കളെ? സ്റ്റേബിൾ ആയിട്ട് മാറി. രണ്ടും എന്തായിട്ട് മാറി? സ്റ്റേബിൾ ആയിട്ട് മാറി. രണ്ടിനും കാരണം ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ആൾറൈറ്റ്. ഇനി ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ചില ഡൗട്ട്സ് ഉണ്ടായിരിക്കും. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഒക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ മാർക്ക് ചെയ്ത് എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഫോർ യു. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. സി, ഇവിടെ സോഡിയത്തിൽ 11 പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, 11 പ്രോട്ടോൺസ് ഉണ്ട്. ന്യൂക്ലിയസിൽ 11p എന്ന് കാണുന്നില്ലേ? വിച്ച് മീൻസ് ദാറ്റ് 11 പ്രോട്ടോൺസ് ആർ ദർ. 12 ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്നത് പോലെ എന്തുണ്ട് മക്കളെ? 2, 8, 1 11 ഇലക്ട്രോൺസും ഉണ്ട്. ആൾറൈറ്റ്. ഇതിൻ്റെ അകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഏതാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഏതാണ്? പ്രോട്ടോണും ഇലക്ട്രോണും ആണ് ചാർജ്ഡ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, proton is positively charged, neutron is chargeless, electron is negatively charged. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി, നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഓക്കെ, now listen 11 protons are there. ഓക്കെ, 11 പ്രോട്ടോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിൽ 11 പോസിറ്റീവ് ചാർജസ് ഉണ്ടായിരിക്കും. 11 പോസിറ്റീവ് ചാർജസ് വിൽ ബി ദർ. ഓൾറൈറ്റ്. ന്യൂട്രോണിന്റെ ചാർജ് ഇല്ലാത്തതിനെ കൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സിൻസ് 11 പ്രോട്ടോൺസ് ആർ ഹിയർ, 11 പോസിറ്റീവ് ചാർജസ് വിൽ ബി ദർ. ഓക്കെ, 11 പ്രോട്ടോൺസ് ഉള്ളതിനെ കൊണ്ട് 11 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ദെൻ 11 നെഗറ്റീവ് ചാർജും ഉണ്ട്, കാരണം 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 11 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് 11 എന്തുണ്ട് മക്കളെ? നെഗറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, സോ ഇൻ എ സോഡിയം ആറ്റം 11 പോസിറ്റീവ് ചാർജസ് ആൻഡ് 11 നെഗറ്റീവ് ചാർജസ് ആർ ദർ. ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ത് ചെയ്യും മക്കളെ? പരസ്പരം ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം ആറ്റത്തിന്റെ ചാർജ്, ടോട്ടൽ ചാർജ് 0 ആയിരിക്കും അല്ലേ? സോഡിയം എന്ന് പറയുന്ന ആറ്റം എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. യു നോ ദാറ്റ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്, നൗ ലിസൺ. ക്ലോറിന്റെ കേസിലേക്ക് നോക്കിയ മക്കളെ, ഹിയർ 17 പ്രോട്ടോൺസ് ആർ സീൻ. ഓക്കെ, 17p നിങ്ങൾ കാണുന്നുണ്ട്. സോ 17 പ്രോട്ടോൺസ് ഉണ്ട്, 17 പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഹിയർ? 2, 8, 7. സോ 2, 8, 10, 17. 17 electrons are here. 17 electrons means 17 negative charges. So 17 positive and 17 negative charges are here. So ഈ 17 positive charges and 17 negative charges cancel ചെയ്യും, which means that ഇവിടെയും ടോട്ടൽ ചാർജ് എന്താണ് മക്കളെ? 0 ആണ്. ടോട്ടൽ ചാർജ് എന്താണ്? 0 ആണ്. ക്ലോറിൻ ആറ്റം is also electrically neutral. ഓക്കെ, സോ ഇവിടെ കെമിക്കൽ റിയാക്ഷന് മുമ്പ്, ഓക്കെ, ബിഫോർ കെമിക്കൽ റിയാക്ഷൻ സോഡിയവും ക്ലോറിനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. ബിഫോർ ദി കെമിക്കൽ റിയാക്ഷൻ, കമ്പൈൻ ചെയ്യുന്നതിന് മുൻപേ, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപേ സോഡിയവും ക്ലോറിനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. വിച്ച് മീൻസ് ദാറ്റ് ചാർജ് എന്താണ് മക്കളെ? 0 ആണ്. സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ചാർജ് എന്താണ്? 0 ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് positive charge is equal to total number of negative charge, which means that they are electrically neutral or the total charge is 0. Okay. Now what happens after the chemical reaction? Chemical reaction ശേഷം എന്താ മക്കളെ നടന്നിട്ടുള്ളത്? നോക്കിയേ, സോഡിയത്തിലുള്ള ഒരു ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് പോയില്ലേ? സോഡിയത്തിലുള്ള ഒരു ഇലക്ട്രോൺ സോഡിയം ക്ലോറിന് ഡൊണേറ്റ് ചെയ്തില്ലേ? സോ ഇവിടെ ഒരു ഇലക്ട്രോൺ കുറവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സി, ഇവിടെ ഇപ്പം എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സോ 10 ഇലക്ട്രോൺസ് എപ്പോഴുള്ളൂ. 11 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? സോഡിയം ക്ലോറിന് ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, സോ
ഇപ്പൊ 10 ഇലക്ട്രോൺസേ ഉള്ളൂ, വിച്ച് മീൻസ് ദാറ്റ് 10 നെഗറ്റീവ് ചാർജ് എപ്പോൾ ഉള്ളൂ. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? പ്രോട്ടോണിന്റെ നമ്പറിൽ എന്തില്ല മക്കളെ? ഒരു ചേഞ്ചും ഇല്ല. പ്രോട്ടോണിന്റെ നമ്പർ 11 തന്നെയാണ്. ഓക്കെ, പ്രോട്ടോണിന്റെ ട്രാൻസ്ഫർ ഒന്നും നടന്നിട്ടില്ലല്ലോ. നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പ്രോട്ടോണിന്റെ ട്രാൻസ്ഫർ നടത്തിയോ? പ്രോട്ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോ? നോ. നമ്മൾ ഇലക്ട്രോൺസിന് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ മക്കളെ? ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പ്രോട്ടോൺ എന്ത് ചെയ്തിട്ടില്ല? തൊട്ടിട്ടില്ല. സോ പ്രോട്ടോൺ 11 തന്നെയാണ്. 11 പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 പോസിറ്റീവ് ചാർജസ്. ഓക്കെ, സോ ഹിയർ 11 പോസിറ്റീവ് ചാർജസ് ആൻഡ് 10 നെഗറ്റീവ് ചാർജസ് ആർ പ്രസന്റ്. ഓക്കെ, അപ്പൊ നോക്കിയാടാ, ഒരു പോസിറ്റീവ് ചാർജ് അധികമല്ലേ? നോക്കുക, ടോട്ടൽ 11 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 10 നെഗറ്റീവ് ചാർജേ ഉള്ളൂ. 10 നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ 10 പോസിറ്റീവ് ചാർജ് മതി. ഒരു പോസിറ്റീവ് ചാർജ് അധികമല്ലേ? ആ ഒരു പോസിറ്റീവ് ചാർജ് ആണ് നിങ്ങൾ എവിടെ കാണുന്നത് മക്കളെ? ഇവിടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ ഹൗ ദിസ് പോസിറ്റീവ് ചാർജ് കംസ് ഹിയർ? എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ചാർജ് വന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. നോക്കിക്കോളൂ, കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോ സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിനിലേക്ക് കൊടുത്തു. സോഡിയം ഡൊണേറ്റഡ് 1 ഇലക്ട്രോൺ ടു ക്ലോറിൻ. സോ സോഡിയത്തിൽ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു. ഓക്കെ, സോ 11 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജസും ആയി, വിച്ച് മീൻസ് ഒരു പോസിറ്റീവ് ചാർജ് അധികം വന്നു. ആൻഡ് ദാറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് പ്രസന്റ് ഹിയർ. ഓക്കെ, ആ പോസിറ്റീവ് ചാർജ് ആണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ മുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ അത് എങ്ങനെയാ വന്നതെന്ന്? ആൻഡ് എങ്ങനെയാ ഈ നെഗറ്റീവ് ചാർജ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാടാ, ഹൗ മെനി പോസിറ്റീവ് ചാർജസ് ആർ ഹിയർ? 17 protons ആണുള്ളത്, which means that 17 positive charges will be there. Okay, and how many negative charges? How many negative charges? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്ര ഇലക്ട്രോൺസ് ഉണ്ടടാ? 288. Okay, so 2, 10, 18. 18 electrons are there, so 18 negative charges are here. Okay, so നോക്കിയേ, 17 പോസിറ്റീവ് ചാർജും 18 നെഗറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് അധികമല്ലേടാ? 17 പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ 17 നെഗറ്റീവ് ചാർജ് പോരെ? ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ അധികമാണ്, എക്സ്ട്രാ ആണ്. ആ നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ ഇവിടെ ക്ലോറിന്റെ മുകളിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ ഫോർ യു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ, sodium and chlorine are electrically neutral or the charge is 0. Why? Before chemical reaction, total number of proton is equal to total number of electron. That is, total number of positive charge is equal to total number of negative charge. So they cancel each other and becomes electrically neutral. Okay, chemical reaction മുമ്പ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. സോ അത് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ടോട്ടൽ ചാർജ് 0 ആണ്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പക്ഷെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ കുറയും. ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും മക്കളെ? എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ഇവിടെ കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ടോട്ടൽ 10 നെഗറ്റീവ് ചാർജ് എപ്പോൾ ഉള്ളൂ? 11 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ 10 നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ 10 പോസിറ്റീവ് മതി. ഒരു പോസിറ്റീവ് അധികം വരും. ഓക്കെ, സോ ആ പോസിറ്റീവ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. റെഡി അല്ലേടാ? ദെൻ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് അധികം കിട്ടിയില്ലേ? അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ വരും. 17 പോസിറ്റീവ് ചാർജും 18 നെഗറ്റീവ് ചാർജുമാണ് അവിടെ വരുന്നത്. സോ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ ആണ്. ആ എക്സ്ട്രാ ഉള്ള ഒരു നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ പോസിറ്റീവും നെഗറ്റീവും വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. പോസിറ്റീവും നെഗറ്റീവും വരാൻ കാരണം എന്താണ്? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് ഇലക്ട്രോൺ ഷോർട്ട് ആയിട്ടുണ്ട്, മറ്റിടത്ത് ഇലക്ട്രോൺ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഷോർട്ട് ആയിടത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, എക്സ്ട്രാ വന്നിടത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പൻഡ്. ഓക്കെ ആണോ? സി, ഈ ചാർജ്ഡ് ആറ്റംസിനെ നമ്മൾ എന്താ വിളിക്കുക? അത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിച്ചിട്ടില്ലാത്തവരിപ്പം കേട്ടോളുക. ചാർജ്ഡ് ആറ്റംസ് ആർ കോൾഡ് അയോൺസ്. സോ ഇത് സോഡിയത്തിന്റെ ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റല്ലേ? ഇതൊരു അയോൺ ആണ്. ഇത് ക്ലോറിന്റെ ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റല്ലേ? ഇത് വേറൊരു അയോൺ ആണ്. സോ ചാർജ്ഡ് ആറ്റംസ് ആർ കോൾഡ് അയോൺസ്. അത് ഓർത്ത് വെച്ചോളൂ. സോ ഇതിനെ നമ്മൾ അയോൺ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അയോൺ എന്ന് വിളിക്കും. വൺ മോർ തിങ്, പോസിറ്റീവ് അയോൺസിനെ നമ്മൾ വിളിക്കുന്നത് കാറ്റയോൺസ് എന്നാണ്. പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്. ഓക്കെ, പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ്
cations and negative ions are called anions. See here, this is a positively charged ion, so this is cation. This is a negatively charged ion, so this is an anion. Okay, so three things. Charged atoms neയാണ് നമ്മൾ ions എന്ന് വിളിക്കുന്നത്. സോ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത്, ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഇത് രണ്ടും അയോൺസ് ആണ്. ഇനി പോസിറ്റീവ് അയോൺസിനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്താ വിളിക്കുക? കാറ്റയോൺസ് എന്നാണ് വിളിക്കുക. നെഗറ്റീവ് അയോൺസിനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്താണ് വിളിക്കുക? ആനയോൺസ് എന്നാണ് വിളിക്കുക. ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. ഓക്കെ ഓക്കെ നൗ വൺ മോർ തിങ്. സി ഇവിടെ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ അല്ലേ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. ക്ലോറിൻ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നു. വിച്ച് മീൻസ് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് ഇവിടെ ഒക്കർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഒക്കേർഡ് ഹിയർ. സോ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറിലൂടെയാണ് ഇവിടെ എന്തുണ്ടായിട്ടുണ്ടാവുക? കെമിക്കൽ ബോണ്ട് ഉണ്ടായിട്ടുണ്ടാവുക. സോ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറിലൂടെ ഉണ്ടാവുന്ന കെമിക്കൽ ബോണ്ടിനെ നമ്മൾ എന്താ പറയുക? അയോണിക് ബോണ്ട്. സോ ഇവിടെ ഇവർക്ക് രണ്ടാൾക്കും ഇടയിലുള്ളത് എന്താണ് മക്കളെ? അയോണിക് ബോണ്ട് ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി പോയിന്റ്. സി here transfer of electron has happened. Okay, sodium transferred one electron to chlorine. സോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന കെമിക്കൽ ബോണ്ടിങ് എന്തായിരിക്കും? അയോണിക് ബോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളുക മക്കളെ, നോക്കിക്കോളുക. ഇത് പോസിറ്റീവ് ചാർജ് അയോൺ അല്ലേ ഈ കാറ്റയോൺ? നെഗറ്റീവ് ചാർജ് അയോൺ അല്ലേ ഈ ആനയോൺ? ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ മക്കളെ? ഉണ്ടാവില്ല. ഈ പോസിറ്റീവ് ചാർജുള്ള അയോണും നെഗറ്റീവ് ചാർജുള്ള അയോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവൂലേ? പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവൂലേ? വാട്ട് യു മീൻ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുക. പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുക. സി ഹിയർ sodium is a positively charged ion and chlorine ഇവിടെ നെഗറ്റീവ്ലി ചാർജഡ് അയോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണും നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അയോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അതിനെങ്ങനെ ചേർത്ത് നിർത്തുന്നത്. നോക്കിക്കൂടെ, സോഡിയം പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ടുള്ളത്, ഓക്കെ, ക്ലോറിൻ നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ടുള്ളത്. അപ്പം അവർ തമ്മിൽ എന്തുണ്ട്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹോൾഡ്സ് ദം ടുഗദർ. ഈ പോസിറ്റീവും നെഗറ്റീവും അങ്ങോട്ടൊക്കെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളെ? ഇവരിങ്ങനെ ഒരുമിച്ചിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഒരുമിച്ചിട്ട് സോഡിയം ക്ലോറൈഡ് ആയിട്ട് നിൽക്കുന്നത്, NaCl ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, NaCl ഉള്ള ഈ സോഡിയത്തിനെയും ക്ലോറിനെയും ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്താണ് മക്കളെ? ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ ഓക്കെ, സംഗതി മനസ്സിലായിട്ടുണ്ടോ? സംഗതി മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഉണ്ടോ? ഓക്കെ, നൗ ലിസൺ, ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ ഫോർ യു. എല്ലാവരും നന്നായിട്ടൊരു 2 മിനിറ്റ് കേട്ടിരിക്കുക കേട്ടോ. സി, വി നോ വാട്ട് ഈസ് അയോണിക് ബോണ്ടിങ്. വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. അയോണിക് ബോണ്ടിങ് ഈസ് ഫോംഡ് ത്രൂ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളൊരു എക്സാമ്പിൾ എടുത്തത്. ദ എക്സാമ്പിൾ ഈസ് സോഡിയം ക്ലോറൈഡ്, NaCl. സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ബോർ മോഡൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രം ദാറ്റ് ബോർ മോഡൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദീസ് ആർ നോട്ട് സ്റ്റേബിൾ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുന്ന സമയത്ത് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ടിടത്തും ഇല്ല. സോ ദീസ് ആർ നോട്ട് സ്റ്റേബിൾ. സോ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ കമ്പൈൻ ചെയ്യുന്നത്. സോ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് ഡൊണേറ്റ് ചെയ്യുന്നു, ക്ലോറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ആണ് അവിടെ നടന്നിട്ടുള്ളത്. സോ ദാറ്റ് sodium becomes this and chlorine becomes this. Okay, സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്ത സമയത്ത് സോഡിയം ഇങ്ങനെയും ക്ലോറിൻ ഇങ്ങനെയായിട്ട് മാറി. See, electronic configuration has now become 2,8 and here it becomes 2,8,8. രണ്ട് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് മാറി. രണ്ടാക്കും എന്ത് കിട്ടി? സ്റ്റെബിലിറ്റി കിട്ടി. സോ രണ്ടാക്കും സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡിയം എന്ത് ചെയ്തിട്ടുള്ളത്? 1 ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ട്രാൻസ്ഫറിലൂടെ ഉണ്ടാവുന്ന ബോണ്ടാണ് എന്ത്? അയോണിക് ബോണ്ടിങ്. ആൻഡ് ആസ് ഐ സെഡ് ഏർലിയർ, ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വന്നത് എന്തുകൊണ്ടാണ്?
സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിനെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഷോർട്ടായി. ഓക്കെ, സോ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ അധികം വന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആയി, അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു, അവിടെ അധികം വന്നു. ഓക്കെ, ആൻഡ് ചാർജ്ഡ് ആറ്റംസ് ആർ കോൾഡ് അയോൺസ്. പോസിറ്റീവ് charged ions are called cations and negative charged ions are called anions. So this is cation and this is anion. And ഈ കാറ്റയോണും ആനയോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവരിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. സോഡിയം ക്ലോറൈഡ് സോഡിയത്തിനെയും ക്ലോറിനെയും ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്താണ്, ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്തോളുക, മനസ്സിലാക്കിയിട്ട് വെച്ചോളുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നൗ I want to discuss about something else. Okay, see, ഇവിടെ നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് ബോർ മോഡൽ വെച്ചിട്ടല്ലേ? അല്ലേ, ബോർ മോഡലൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോഡിയത്തിന്റെ ബോർ മോഡൽ, ക്ലോറിന്റെ ബോർ മോഡൽ, അയോൺസ് ആയപ്പോൾ അതിന്റെ ബോർ മോഡൽ, ഇതൊക്കെ വെച്ചിട്ടല്ലേ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തത്. സി, അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലേ, ഒരുപാട് സമയം എടുക്കൂലേ നമുക്ക് അതൊക്കെ വരച്ച് വരാൻ വേണ്ടിയിട്ട്. റിസ്ക് അല്ലേടാ, എല്ലാത്തിൻ്റെയും ബോർ മോഡൽസ് ഒക്കെ ഇങ്ങനെ വരച്ച് വട്ടൊക്കെ വരച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കൂലേ. എങ്ങനെ എളുപ്പത്തിൽ നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക, എങ്ങനെ എളുപ്പത്തിൽ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം റെപ്രസെൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡോട്ട് ഡയഗ്രം യൂസ് ചെയ്തിട്ടാണ് എളുപ്പത്തിൽ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡോട്ട് ഡയഗ്രം യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് എങ്ങനെയാണ് അത് എന്നുള്ളത് സർ എന്ത് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കൂടാ കേട്ടോ. സി, സോഡിയം അതിൻ്റെ സിമ്പിൾ Na എന്നാണ്. I hope all of you know this. Electronic configuration of sodium is 281. See, സോഡിയത്തിൻ്റെ ഡോട്ട് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോൺ അല്ലേ, അത് മാത്രമേ മാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, റിമെമ്പർ ദിസ് പോയിന്റ്. ഇൻ ഡോട്ട് ഡയഗ്രം ഓൺലി ദി ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് മാർക്ക്ഡ്. ഓക്കെ, ഡോട്ട് ഡയഗ്രത്തിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പം 281 ടോട്ടൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 11 ഇലക്ട്രോൺ ഒന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രമേ ഡോട്ട് ഡയഗ്രത്തിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്, 1 ഇലക്ട്രോൺ ആണുള്ളത്. ആ 1 ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് മാർക്ക് ചെയ്യുക അറിയോ, ഒരു ഡോട്ടായിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ മുകളിലാണ് മാർക്ക് ചെയ്തത്, നിങ്ങൾക്ക് ഈ സൈഡിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അടിയിൽ മാർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഈ സിമ്പിളിന്റെ അടുത്തായിട്ട് എന്ത് ചെയ്യാം മക്കളെ, ഡോട്ടായിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ മാർക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സോ സോഡിയത്തിന്റെ ഡോട്ട് ഡയഗ്രം നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. നൗ വി ഹാവ് ടു ഡ്രോ ദി ഡോട്ട് ഡയഗ്രം ഓഫ് ക്ലോറിൻ. ഓക്കെ, ആൻഡ് ഹൗ ക്യാൻ വി ഡ്രോ ദി ഡോട്ട് ഡയഗ്രം ഓഫ് ക്ലോറിൻ? വാട്ട് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 287. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ ഈസ് 287. ഓക്കെ, ഫൈൻ. Now 7 electrons are there in the outermost shell. All right, 7 electrons അല്ലേ outermost shellil ഉള്ളത് അല്ലേ? outermost shellil 7 electrons അല്ലേ ഉള്ളത്? ആ 7 electronsനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മാർക്ക് ചെയ്യണം. 7 electronsനെ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, മാർക്ക് ചെയ്യേണ്ടുള്ളൂ. ഇവിടെ ടോട്ടൽ 17 electrons ഉണ്ട്. 287, 17 electrons are there. Okay, and we don't need to represent those 17 electrons. outermost ഷെല്ലിലുള്ള 7 electronsനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, റെപ്രസെന്റ് ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയാണ് 7 electronsനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. 7 electronsനെ നമ്മൾ 7 ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, റെപ്രസെന്റ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7. Okay, so 7 electrons are represented using the 7 dots. Okay, 7 electrons are represented using the 7 dots. Okay, now സോഡിയത്തിന്റെ ആറ്റവും ക്ലോറിന്റെ ആറ്റവും കൂടെ റിയാക്ട് ചെയ്യാണ്. Okay, റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? What happens? സോഡിയം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പൊ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ പിന്നെ ഇലക്ട്രോൺ ഉണ്ടോ? നോ. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, സോഡിയം എന്ന് അങ്ങോട്ടേക്ക് എഴുതുക. ഓക്കെ അല്ലേടാ? ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഒരു ഇലക്ട്രോൺ അവിടെ ഷോർട്ട് ആയില്ലേ? സോ
ഒരു പോസിറ്റീവ് ചാർജ് അവിടെ അധികം വന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് മുകളിൽ ഇങ്ങനെ പോസിറ്റീവ് എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിട്ട് മാറി? ഒരു ഇലക്ട്രോൺ പോയി. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കംസ് 2 8. ഇത് നൗ വാട്ട് ഹാപ്പൻസ് ടു ക്ലോറിൻ? വാട്ട് ഹാപ്പൻസ് ടു ക്ലോറിൻ? നമ്മൾ ക്ലോറിൻ്റെ സിമ്പിൾ ജസ്റ്റ് ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ക്ലോറിൻ്റെ സിമ്പിൾ നമ്മൾ എഴുതി വെച്ചു. ആദ്യം 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒരു ഇലക്ട്രോൺ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു. സോ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആയി? 8 ഇലക്ട്രോൺസ് ആയി ക്ലോറിന് ചുറ്റും. എത്ര ഇലക്ട്രോൺസ് ആയി? 8 ഇലക്ട്രോൺസ് ആയി. സോ വി ഹാവ് ടു മാർക്ക് 8 ഇലക്ട്രോൺസ് അറൌണ്ട് ക്ലോറിൻ ആസ് 8 ഡോട്ട്സ്. ഓക്കെ, സോ 1 2 3 4 5 6 7 8. സോ 8 ഇലക്ട്രോൺസിനെ നമ്മൾ 8 ഡോട്ട്സ് ആയിട്ട് ക്ലോറിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 2 2 2 എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. നൗ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നില്ലേ? എക്സ്ട്രാ വരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു നെഗറ്റീവ് ചാർജ് അധികമായിട്ടുണ്ടാവും. സോ ആ നെഗറ്റീവ് ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മളിവിടെ എങ്ങനെയാണ് ഡോട്ട് ഡയഗ്രത്തിലൂടെ നേരത്തെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇപ്പം എങ്ങനെയായിട്ടുണ്ട് മക്കളെ? 2 8 7 ആയിരുന്നു ആദ്യം. ഒരു ഇലക്ട്രോൺ അതിന് കിട്ടിയ സമയത്ത് 2 8 8 ആയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി റെപ്രസെന്റ് ദി ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് യൂസിങ് ഡോട്ട് ഡയഗ്രാം. ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? സീ, ദിസ് ഇസ് വെരി ഈസി. ഓക്കെ, ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഓക്കെ, നോക്കിക്കോളുക. ബോർ മോഡല് നമ്മളിങ്ങനെ ഓരോന്നിൻ്റെതും വരച്ച് ഇങ്ങനെയൊക്കെ എഴുതി വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. കാരണം ബോർ മോഡൽ നമ്മൾ സർക്കിൾ വരയ്ക്കണം, ഇലക്ട്രോൺസ് എല്ലാം മാർക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനല്ലേ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സിമ്പിൾ എഴുതുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രം എന്ത് ചെയ്യുക? സിമ്പിളിന്റെ മുകളിൽ മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രം ഡോട്ട് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുന്നത്? വൈ? സി ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രമല്ലേ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. നോക്കിക്കോളാം, ഇവിടെയുള്ള ഈ കെ ഷെല്ലിലുള്ള എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? നോ. ഈ കെ ഷെല്ലിലോ എൽ ഷെല്ലിലോ ഉള്ള ഇലക്ട്രോൺസിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? നോ. കെ ഷെല്ലിലേക്കോ എൽ ഷെല്ലിലേക്കോ പുതിയതായിട്ട് ഇലക്ട്രോണുകൾ വരുന്നുണ്ടോ? നോ. സോ ഈ ഇന്നർ ഷെൽസ് ഒന്നും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇന്നർ ഷെൽസ് ഒന്നും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു റോളും അതിൻ്റെ അകത്ത് വഹിക്കുന്നില്ല. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻസിൽ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോൺസും ഒക്കെയാണ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. ഓക്കെ, വൺ മോർ തിങ്, അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എക്സാമിനൊന്നും അതെന്ത് ചെയ്യൂല, ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. ഗിൽബർട്ട് എൻ ലൂയിസ്. ഓക്കെ, ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, എലമെന്റ്സിനെ ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇതുപോലെ കാണിക്കാം എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞത് ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഈ ഡോട്ട്സ് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ നോക്കിയേ, സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോണിനെ ഡോട്ടായിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് മാർക്ക് ആയിട്ടും കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ക്രോസ് മാർക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സംഗതി മനസ്സിലായോ? സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ലേ, ആ ഒരു ഇലക്ട്രോണിനെ ഡോട്ടായിട്ട് കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് മാർക്ക് ആയിട്ട് കാണിക്കാം. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഇല്ലേ, സോ 7 ക്രോസ് മാർക്ക് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? അതിനെ കാണിക്കാം. സോ ഡോട്ട് അല്ലെങ്കിൽ ക്രോസ് മാർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡോട്ട് ഡയഗ്രത്തിൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാറുള്ളത്? റെപ്രസെന്റ് ചെയ്യാറുള്ളത്. വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഐദർ ഡോട്ട് ഓർ ക്രോസ് മാർക്ക്. ഓക്കെ, നമ്മൾ യൂഷ്വലി ഡോട്ടാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്രോസ് മാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാന്നൊക്കെ കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ ഡോട്ട് തന്നെ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ ലെറ്റ് മീ കൺക്ലൂഡ് അബൌട്ട് ദിസ് തിങ്. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നോക്കിക്കോളുക. ഓൾറെഡി നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ ബോർ മോഡലൊക്കെ യൂസ് ചെയ്തിട്ട് ഇക്വേഷനൊക്കെ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് you understand it very well. Okay, now നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈസി ആയിട്ട്
അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഈസി ആയിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ഡോട്ട് ഡയഗ്രാം? ഡോട്ട് ഡയഗ്രത്തിൽ നമ്മൾ സിമ്പിളിന്റെ മുകളിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? റെപ്രസെന്റ് ചെയ്യേണ്ടതുള്ളൂ. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളൂ, സോ അത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്, അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെ 8 ഇലക്ട്രോൺസ് ആയി, അത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇക്വേഷൻസ് ഒക്കെ എഴുതി പോകാൻ വേണ്ടി പറ്റും. ടൈം കൺസ്യൂമിംഗ് ആണ്, എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഗിൽബർട്ട് ആൻഡ് ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഡോട്ട് ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. ഡോട്ടിന് പകരം ക്രോസ് മാർക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്തോളൂ? ഓർത്ത് വെച്ചോളൂ. ദാറ്റ്സ് ഓൾ സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. നൗ വൺ മോർ തിങ്, അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് 10th ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ. 10th ഒരു ചാപ്റ്റർ ഉണ്ട്, 3rd ചാപ്റ്റർ. 10th 3rd ചാപ്റ്റർ. ആ 3rd ചാപ്റ്ററിലൊക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരും. സോ ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോയാൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് സ്ട്രെസ് കൊടുക്കൊന്നും വേണ്ട, വല്ലാണ്ട് അങ്ങോട്ടൊരു സ്ട്രഗിൾ നിങ്ങൾ നടത്തുമൊന്നും വേണ്ട. ജസ്റ്റ് അങ്ങോട്ട് കേട്ട് പോയേച്ചാൽ മതി. ഇപ്പോൾ നോക്കിയേ, സോഡിയം കെമിക്കൽ റിയാക്ഷന് ശേഷം Na+ അയോൺ ആയിട്ട് മാറിയില്ലേ? സോഡിയം ഹാസ് ബിക്കം Na+ അയോൺ. All right, sodium has become Na+ ion. Okay, now sodium Na+ ആയത് എങ്ങനെയാ? സോഡിയം Na+ ആയത് എങ്ങനെയാണ്? Come on, tell me how sodium becomes Na+ ion. സോഡിയം എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. അങ്ങനെയല്ലേ Na+ ആയിട്ട് മാറിയിട്ടുള്ളത്. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു മക്കളെ? ട്രാൻസ്ഫർ ചെയ്തു, ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഷോർട്ടായി, അപ്പോഴല്ലേ Na+ ആയിട്ട് മാറിയിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ ആയിട്ട് കാണിക്കുക? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ആയിട്ട് കാണിക്കുക? എങ്ങനെ കാണിക്കുക? അപ്പോൾ നോക്കുക, 10ൽ നിന്നും 1 പോയാൽ 10 - 1 എന്നല്ലേ കാണിക്കുക. എക്സ് എന്ന് 1 പോയി കഴിഞ്ഞാൽ x - 1 എന്നല്ലേ കാണിക്കുക. സോ സോഡിയത്തിൽ നിന്നും 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Na - 1 ഇലക്ട്രോൺ എന്നല്ലേ കാണിക്കുക. സോ Na - 1 ഇലക്ട്രോൺ. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജ് എന്താ? വി നോ ദാറ്റ് ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, അത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന നെഗറ്റീവാണിത്. ഓക്കെ, ഈ നെഗറ്റീവും തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല കേട്ടോ. ചിലരോട് ഇങ്ങനെ വിചാരിക്കും ഈ നെഗറ്റീവും തമ്മിൽ അടിച്ചു പോയിട്ട് പോസിറ്റീവ് ആവുമല്ലോ. മാത്സിലൊക്കെ അങ്ങനെയല്ലേ, നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, ആലോചിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ മൈനസ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യാറുള്ളത്? റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഈ എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ ഒരു മൈനസ് ഇട്ടിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യാറുള്ളത്? റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കാണിച്ചു റെഡി അല്ലേ? അപ്പൊ നോക്കിക്കോളുക, ശ്രദ്ധിച്ചോളുക. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ അതെന്തായിട്ട് മാറുന്നു? Na+ അയോൺ ആയിട്ട് മാറുന്നു. അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? അല്ലേ മക്കളെ? സോ അതിന് നമ്മൾ ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു മക്കളെ? പോകുന്നു. അപ്പോൾ അത് Na+ അയോൺ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, മൈനസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. ഇക്വേഷനിൽ എപ്പോഴും നമ്മൾ പ്ലസ് ആണ് യൂഷ്വലി കാണിക്കാറുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ -1 ഇലക്ട്രോൺ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് എന്തായിട്ട് മാറും മക്കളെ? ഈ -1 ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? +1 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, +1 ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ ശരിക്കും ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഞങ്ങൾ എഴുതേണ്ടത് മക്കളെ? Na gives Na++1 ഇലക്ട്രോൺ എന്നാണ്. Na++1 ഇലക്ട്രോൺ എന്നാണ്. സംഗതി മനസ്സിലായോ മക്കളെ? ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ ഫോർ യു. സോഡിയം ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് Na+ അയോൺ ആയിട്ട് മാറുന്നു. ഇത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതണം. ഓക്കെ, സോ ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക, ഒരു ഇലക്ട്രോൺ പോവുകയാണ് അല്ലേ, നഷ്ടപ്പെടുകയാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് വെച്ചിട്ടല്ലേ കാണിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 - 2 നഷ്ടപ്പെടുകയാണെങ്കിൽ, 10 - 2 പോവുകയാണെന്നുണ്ടെങ്കിൽ, x 2 പോവുകയാണെങ്കിൽ, x 1 പോവുകയാണെങ്കിലൊക്കെ നമ്മൾ x - 1 അല്ലേ, 10 - 2 അല്ലേ, മൈനസ് വെച്ചിട്ടല്ലേ നമ്മൾ കാണിക്കുക. അപ്പോൾ അതുപോലെ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവുക എന്നുള്ളത് ശരിക്കും നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്? Na - 1 ഇലക്ട്രോൺ എന്നാണ്. ഈ മൈനസ് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിന്റെ സിമ്പിൾ ആണ് കേട്ടോ, അതിന് ഇതുമായിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ Na - 1 ഇലക്ട്രോൺ, സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറുന്നു? Na+ ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ -1 ഇലക്ട്രോൺ ഈ ഭാഗം എന്ത് ചെയ്യുന്നു? ഈ
ആരോ മാർക്കിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് +1 ഇലക്ട്രോൺ ആവുന്നു. സോ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? ഇങ്ങനെയായിട്ട് മാറുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷൻ എഴുതിയിട്ട് പഠിക്കേണ്ടത്. നമ്മൾ മൈനസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറില്ല? ഇക്വേഷൻ എഴുതാറില്ല. ഓക്കെ, നൗ ക്ലോറിൻ്റെ ട്രാൻസ്ഫോർമേഷനെ സംബന്ധിക്കുന്ന ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ക്ലോറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ക്ലോറിൻ എന്തായിട്ട് മാറുന്നു? പറഞ്ഞേ, ക്ലോറിൻ എന്തായിട്ടാണ് മാറിയത്? Cl- ആയിട്ട് മാറി. ക്ലോറിൻ Cl- ആയിട്ട് മാറി. ആൻഡ് ഹൗ ക്ലോറിൻ ബിക്കം Cl- അയോൺ? ക്ലോറിൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യല്ലേ ചെയ്യുന്നത്. നോക്കിയേ, സോഡിയം ട്രാൻസ്ഫർ ചെയ്ത ഇലക്ട്രോണിനെ ക്ലോറിൻ റിസീവ് ചെയ്തില്ലേടാ? ക്ലോറിൻ ആക്സെപ്റ്റ് ചെയ്തില്ലേടാ? ഇല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഇക്വേഷനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? നോക്കിയേ, ഇപ്പം 10 അകത്തേക്ക് ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ 10+1 എന്നല്ലേ നമ്മൾ എഴുതുക. എക്സ് ഒന്നിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ x+1 എന്നല്ലേ നമ്മൾ എഴുതുക. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് Cl+1 ഇലക്ട്രോൺ എന്നാണ് കാണിക്കുക. ഓക്കെ, Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഓക്കെ, ദിസ് ഈസ് ഹൗ വി റൈറ്റ് ഇക്വേഷൻസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷൻസ് എഴുതേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ 10th നമുക്ക് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. 10th 3rd ചാപ്റ്ററിൽ ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് എഴുതാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടേക്ക് ഇങ്ങനെ കാണുന്നുണ്ടാവുക. സോ അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി തുടക്കത്തിലുണ്ടായിരിക്കും. പിന്നെ അത് എഴുതി വരുമ്പോൾ എന്തായിക്കോളും? ശീലമായിക്കോളും. ഓക്കെ, 1-2 വട്ടം ഇതൊന്നും ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയിട്ട് എഴുതി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്തല്ല, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ല, ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ ഫോർ ദി ലാസ്റ്റ് ടൈം. ഞാനത് ഒന്നും കൂടെ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ, നോക്കിക്കോളുക. സോഡിയം, ഓക്കെ, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു. ഇതിൻ്റെ അകത്തുനിന്ന് പോവുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ -1 ഇലക്ട്രോൺ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോഴാണ് അത് Na+ ആയത്. ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? -1 ഇലക്ട്രോൺ പോകുന്ന സമയത്ത് Na++1 ഇലക്ട്രോൺ എന്നാവുന്നു. ഇങ്ങനെയാണ് നമ്മൾ എഴുതി പഠിക്കേണ്ടത്. ഓക്കെ, ഇക്വേഷനിൽ നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യാറില്ല? എഴുതാറില്ല. മൈനസ് യൂസ് ചെയ്തിട്ട് കാണിക്കാറില്ല. ദെൻ സെക്കൻഡ് വൺ എളുപ്പമാണ്. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് റിസീവ് ചെയ്തിട്ടാണ് Cl- ആയത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇത് വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ x1നെ റിസീവ് ചെയ്യുകയാണെങ്കിൽ x+1, 10 ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 10+1. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ഇതും അങ്ങോട്ട് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രയാസമൊന്നുമില്ലല്ലോ മക്കളെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ സ്ലൈഡ് ഇവിടെ വരും. ഓക്കെ, നോക്കിക്കൂടുക. ഇനി നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡോട്ട് ഡയഗ്രാണ് സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പോവുക. ദെൻ നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ Na gives Na++1 ഇലക്ട്രോൺ, Cl+1 ഇലക്ട്രോൺ gives Cl-. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നൗ നമ്മൾ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് മുമ്പേ പറയേണ്ടതായിരുന്നു. ഇപ്പോൾ പറഞ്ഞാലും വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ടേബിളാണിത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ്. ഇവിടെ കുറച്ച് കോളംസ് കാണാം. സോഡിയം ബിഫോർ കെമിക്കൽ റിയാക്ഷൻ, ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. ക്ലോറിൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ, ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. അത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ്? 281. ഇസ് ദർ എനി ഡൗട്ട്? ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റാത്ത ആൾക്കാരെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക. നമ്മൾ ആ ഡയഗ്രത്തിലേക്ക് നോക്കുക. നമ്മൾ ബോർ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇക്വേഷൻ നോക്കിയാലും മതി, ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വേഷൻ നോക്കിയാലും മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ബോർ മോഡൽ വെച്ചിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വേഷൻ ഇല്ലേ? ബോർ മോഡലൊക്കെ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ള ഇക്വേഷൻ ഇല്ലേടാ? അത് വെച്ചിട്ട് നോക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ട് മുന്നിൽ വെച്ചോളൂ. പെട്ടെന്ന് ഇത് റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ നോക്കിക്കോളുക. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ എന്താ സംഭവിക്കുക? ഒരു ഇലക്ട്രോൺ സോഡിയം ട്രാൻസ്ഫർ ചെയ്തില്ലേ ക്ലോറിന്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കം 28. ദെൻ ക്ലോറിൻ്റെത് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 287 ആണ്. 287 നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലോറിൻ്റെത് ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ്? ഒരു ഇലക്ട്രോൺ സോഡിയത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലേ. സോ ഇറ്റ് ബിക്കംസ് 288. നൗ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഓക്കെ, ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 11 ആണ് സോഡിയത്തിൽ. ഓക്കെ, ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തില്ലേ. സോ 10 ആയിട്ട് മാറി.
സോ ക്ലോറിനാണെന്നുണ്ടെങ്കിൽ ബിഫോർ എന്താണ് 17 ഉള്ളൂ. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ഒരു ഇലക്ട്രോൺ അധികം കിട്ടി. അപ്പോൾ എന്തായിട്ട് മാറി? 18 ആയിട്ട് മാറി. നമ്പർ ഓഫ് പ്രോട്ടോൺസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ബിഫോർ കെമിക്കൽ റിയാക്ഷനും ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഈസ് ദർ എനി ചേഞ്ച്? നോ. പ്രോട്ടോൺ ഒന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലല്ലോ. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, സോ പ്രോട്ടോൺസ് സോഡിയത്തിൽ 11 ആണ്. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ആഫ്റ്ററും 11 തന്നെയാണ്. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ക്ലോറിനിൽ 17 ആണ്. ആഫ്റ്ററും എന്താണ്? 17 ആണ്. നൗ ചാർജ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയായിരിക്കും ചാർജ്? ബിഫോർ കെമിക്കൽ റിയാക്ഷൻ സോഡിയത്തിന്റെ ചാർജ് എങ്ങനെയാണ്? 11 പ്രോട്ടോൺസും 11 ഇലക്ട്രോൺസും. സോ 11 പോസിറ്റീവ് ആൻഡ് 11 നെഗറ്റീവ്. സോ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകില്ലേ? ടോട്ടൽ ചാർജ് 0. ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ്? 11 പ്രോട്ടോൺസ് ആൻഡ് 10 ഇലക്ട്രോൺസ്. സോ 11 പോസിറ്റീവും 10 നെഗറ്റീവും. 11 പോസിറ്റീവും 10 നെഗറ്റീവും. ഒരു പോസിറ്റീവ് അധികമാണ്, എക്സ്ട്രാ ആണ്. സോ ആ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. നമ്മളിത് പറഞ്ഞതല്ലേ മക്കളെ? ഈ ടേബിൾ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ പറഞ്ഞതല്ലേ? നൗ ലിസൺ, നോക്കിക്കോളുക. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ 17 പ്രോട്ടോൺസും 17 ഇലക്ട്രോൺസും ആണുള്ളത്. സോ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. അത് ക്യാൻസൽ ചെയ്ത് പോവും. സോ 0. ഓക്കെ, ദെൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷനോ 17 പ്രോട്ടോൺസും 18 ഇലക്ട്രോൺസും ആണ്. സോ 17 പോസിറ്റീവും 18 ഇലക്ട്രോൺസും 18 നെഗറ്റീവും. ഓക്കെ, 17 പോസിറ്റീവും 18 നെഗറ്റീവും. ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ വന്നു. സോ ക്ലോറിൻ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ക്ലിയർ അല്ലേ? നോക്കിയടാ. ബിഫോർ കെമിക്കൽ റിയാക്ഷൻ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും എന്താണ്? ഈക്വൽ ആണ്. സോ പോസിറ്റീവ് നെഗറ്റീവും ഈക്വൽ ആയിരിക്കും. സോ എന്തായിരിക്കും? 0 ആയിരിക്കും. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ സോഡിയത്തിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ 11 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ആണ്. സോ 11 പോസിറ്റീവ് ചാർജ് 10 നെഗറ്റീവ് ചാർജ്. സോ ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ട്. അത് നമ്മൾ സോഡിയത്തിന്റെ ചാർജ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ഒരു നെഗറ്റീവ് ചാർജ് ആണ് എക്സ്ട്രാ വരുന്നത്. സോ ക്ലോറിൻ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്തോളുക? ഒന്ന് ഫിൽ ചെയ്തോളുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ദാറ്റ്സ് ഓൾ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട നേരായി. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ ഇവിടെ സ്ലൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് യു ക്യാൻ റീഡ് ദിസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്. ഓക്കെ, then second point എന്താണ്? നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്. ആൻഡ് തേർഡ് പോയിന്റ് എന്താണ്? കെമിക്കൽ ബോണ്ട് formed through the transfer of electrons is called ionic bond. In an ionic bond, ions are held together by the electrostatic force of attraction between the oppositely charged ions. നമ്മളത് പറഞ്ഞു, ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോൺസിന്റെ ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അയോണിക് ബോണ്ടിൽ അയോൺസിന് എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ളത്. ഇനി വൺ മോർ തിങ് ശ്രദ്ധിച്ചോളുക. അത് ഞാൻ കുറച്ച് മുമ്പേ പറയേണ്ടതായിരുന്നു. ഇവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നോക്കിയേടാ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിൽ ഏത് ബോണ്ടാണുള്ളത്? അയോണിക് ബോണ്ടല്ലേ ഉള്ളത് അല്ലേ? നമ്മൾ കണ്ടതല്ലേ? നമ്മൾ അതല്ലേ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്? സോഡിയം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ക്ലോറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓൾ റൈറ്റ്, സോഡിയം ട്രാൻസ്ഫർ ഇലക്ട്രോൺ ടു ക്ലോറിൻ. സോ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടെ ഉണ്ടായിട്ടുള്ള ബോണ്ട് ഏതാണ്? അയോണിക് ബോണ്ടാണ്. ഏത് ബോണ്ടാണ്? അയോണിക് ബോണ്ടാണ്. ഇങ്ങനെ അയോണിക് ബോണ്ടിലൂടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. എന്താ പറയുക? അയോണിക് കോമ്പൗണ്ട്. സോ സോഡിയം ക്ലോറൈഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അയോണിക് കോമ്പൗണ്ട്. ഓക്കെ, യു ഗോട്ട് ദി പോയിന്റ്. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ ഫോർ യു. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. സോഡിയം ക്ലോറൈഡില് സോഡിയം ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു ക്ലോറിനിലേക്ക്. ഓൾ റൈറ്റ്, സോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഹാസ് ഒക്കേർഡ്, വിച്ച് മീൻസ് അയോണിക് ബോണ്ടിങ് ആണ് അവിടെ ഉള്ളത്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അയോണിക് ബോണ്ടിലൂടെ അല്ലേ ഇത് ഫോം ചെയ്തിട്ടുള്ളത്, ഈ കോമ്പൗണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ അയോണിക് ബോണ്ടിങ്ങിലൂടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുക. ഓക്കെ, കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഫോംഡ് ത്രൂ അയോണിക് ബോണ്ട് ഈസ് കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് അയോണിക് ബോണ്ടിലൂടെയാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. സോ സോഡിയം ക്ലോറൈഡ് ക്യാൻ ബി ടേക്കൺ ആസ് എൻ എക്സാമ്പിൾ ഫോർ അയോണിക് കോമ്പൗണ്ട്. ആൻഡ് ദാറ്റ് പോയിന്റ് കംസ് ഹിയർ. Compounds formed by ionic bonding are called ionic compounds. So sodium chloride ne nammal endha vilikka? Ionic compound endanu vilikka? Endha vilikka? Ionic compound. Okay, yes. So that's all for today. Detailed ആയിട്ട് നമ്മൾ പറഞ്ഞത് കൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, നമ്മളൊന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ? സോ just 1 minute, all of you please listen here.
എന്തെല്ലാം കാര്യങ്ങളാണ് മക്കളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? വി ഹാവ് എക്സ്പ്ലെയിൻഡ് അയോണിക് ബോണ്ടിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, വി ഹാവ് ടേക്കൺ സോഡിയം ക്ലോറൈഡ് ആസ് എക്സാമ്പിൾ. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ബിഫോർ കെമിക്കൽ റിയാക്ഷൻ സോഡിയവും ക്ലോറിനും സ്റ്റേബിൾ അല്ല, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ. ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് രണ്ടും എന്തായിട്ട് മാറി? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതായിട്ട് മാറി, സ്റ്റേബിൾ ആയിട്ട് മാറി. ഓക്കെ ഓക്കെ സോ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ് അവിടെ നടന്നത് എന്നുള്ളത് കൊണ്ട് അയോണിക് ബോണ്ടിങ് ആണ് നമുക്ക് പറയാം. അയോണിക് ബോണ്ടിങ്ങിലൂടെ ഫോം ചെയ്ത കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിന് അയോണിക് കോമ്പൗണ്ട് എന്നും പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓൾ റൈറ്റ്. ദെൻ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്, നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്. ഓക്കെ, സോഡിയം ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോൺ ഷോർട്ട് ആയിട്ടുണ്ട് അവിടെ. സോ പോസിറ്റീവ് ചാർജ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. സോ സോഡിയം പോസിറ്റീവ് ചാർജ് അയോൺ ആയിട്ട് മാറി, വിച്ച് മീൻസ് കാറ്റയോൺ ആയിട്ട് മാറി. എന്നാൽ ക്ലോറിനാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ നെഗറ്റീവ് ചാർജ് അയോൺ ആയിട്ടാണ് ക്ലോറിൻ മാറിയത്. നെഗറ്റീവ് ചാർജ് അയോൺ ആയതുകൊണ്ട് അതിനെ ആനയോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ജനറലി നമ്മൾ ചാർജ് ആറ്റംസിന് അയോൺസ് എന്നാണ് വിളിക്കുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്തോളൂ? ഓർത്ത് വെച്ചോളൂ. ദെൻ ഈ കാറ്റയോണും ആനയോണും, അതായത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അട്രാക്ഷൻ ആണ് അവരെന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ് positively charged ions are called cations and negatively charged ions are called anions. Then second point എന്താണ്? Second point ionic bonding is a chemical bond formed through the transfer of electron in an ionic bond. Oppositely charged ions are held together by the electrostatic force of attraction. Then compounds that are formed through ionic bonding are called ionic compounds. One more thing നമ്മളത് ഇപ്പോഴും മിസ് ചെയ്തു. എന്തായിരുന്നു അത്? ഡോട്ട് ഡയഗ്രാം. ഓക്കെ, എങ്ങനെയാണ് ഡോട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. ഇൻ ഡോട്ട് ഡയഗ്രാം ഓൺലി ദി ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് റെപ്രസെൻറ്റഡ്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? സോ അത്രയും കാര്യങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിച്ചു വന്നോളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ. Then see you in the next class. Until then, bye bye. Thank you.